ഉദ്ദേശം എന്താണ്? ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതല്ല, വരുന്ന ആളുകൾക്ക് എങ്ങനെയെങ്കിലും 18-ാം പടി ഒന്ന് കയറ്റി ഇറക്കുക എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ശബരിമലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തിരക്കിനെ ആവർത്തിക്കില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഇദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ട് 4 ദിവസം മാത്രമാണ് പിന്നിടുന്നത്. സന്നിധാനത്ത് ദർശനം നടത്തുവാൻ കഴിയാതെ മാല ഊരിയവരോട് ഇദ്ദേഹം മാപ്പ് ചോദിക്കുന്നതായി പറയുന്നുണ്ട്. ബുദ്ധിമുട്ടുണ്ടായെന്നത് സത്യമാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ഏകോപനത്തിൽ ചെറിയ പ്രശ്നമുണ്ടായി. ആദ്യ ദിനം ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല. ചില നിയന്ത്രണങ്ങൾ പൊതുനന്മ കരുതി കർശനമാക്കിയേ പറ്റൂ. പമ്പയിലും നിലയ്ക്കലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നും ഇദ്ദേഹം പറയുന്നു. ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ മാത്രം ഭക്തർ ശബരിമലയിലേക്ക് വരണം. എല്ലാ ഭാഷകളിലും പരസ്യം നൽകും. മുൻ ബോർഡിന് വീഴ്ച പറ്റിയെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും ചില തീരുമാനങ്ങൾ പ്രായോഗിക തലത്തിൽ വന്നിട്ടില്ല എന്നും കെ ജയകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നിരിക്കെ ശബരിമലയിൽ ഇന്നലെ ഉണ്ടായ അനിയന്ത്രിതമായ തിരക്കിൽ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി ശക്തമായി വിമർശിക്കുകയുണ്ടായി. ഒരു ദുരന്തം വരുത്തി വെക്കരുതെന്നും എന്തുകൊണ്ട് ഏകോപനം ഉണ്ടായില്ല എന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചത്. ഇതിനൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ കെ ജയകുമാർ നൽകിയിരിക്കുന്നത്.